അബ്കി അദാലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ജയശങ്കറിനോടുള്ള അടുത്ത ചോദ്യം ഇദ്ദേഹം രാഷ്ട്രീയത്തിന് അനുയോജ്യമായ വ്യക്തിയല്ല എന്നുള്ളതാണ്. ഡോക്ടർ ജയശങ്കർ, താങ്കളുടെ പൂർണ്ണമായ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കി. താങ്കൾ പൂർണ്ണമായും ഡിപ്ലോമാറ്റ് ആയിരുന്നു. താങ്കളുടെ കുടുംബത്തിനെക്കുറിച്ച് നോക്കിയാൽ താങ്കളുടെ അച്ഛനും ഒരു ഇന്റർനാഷണൽ ഫേം ആയിരുന്നു. താങ്കളുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും വിദേശത്താണ് ഉള്ളത്. പക്ഷെ താങ്കൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ഞാൻ 41 വർഷം കഴിഞ്ഞ് ഫോറിൻ സർവീസിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു കോർപ്പറേറ്റ് സെക്ടറിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടാറ്റ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നല്ല പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നല്ല ജോലി, കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി. പിന്നെ പെട്ടെന്നൊരു ദിവസം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 2019 ശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അതിനുശേഷം അപ്പോ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുവരെ എനിക്ക് പോളിറ്റിക്സിൽ എൻ്റർ ആകണമെന്നോ അങ്ങനെയുള്ള ചിന്തയേ ഇല്ലായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. എന്റെ ഫാമിലിയിലും ആരും പോളിറ്റിക്സിലില്ല. അതിനുള്ള സന്ദർഭവും ഇല്ലല്ലോ. കാരണം താങ്കളുടെ 3 മക്കളും വിദേശത്താണുള്ളത്. ഭാര്യയും ജാപ്പാനീസ്. പക്ഷേ പുള്ളിക്കാരി ഒരു ഇന്ത്യൻ സിറ്റിസനാ. ചില നോൺ പൊളിറ്റിക്കൽ ആൾക്കാരാണ്. ചില സമയത്ത് അവരും ആലോചിക്കാറുണ്ട് നമ്മുടെ നാടൊന്ന് പുരോഗമിക്കണമെന്ന്. അതിനുവേണ്ടി എനിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ കാര്യത്തിൽ, ഈ സംഭവത്തിൽ PM ആ സമയത്ത് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ എനിക്ക് ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ അപ്പം ചെയ്തുകൊണ്ടിരുന്ന കോർപ്പറേറ്റ് ജോബ് വിട്ടിട്ട് പൊളിറ്റിക്സ് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ മന്ത്രിയായ സമയത്ത് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർ അല്ലായിരുന്നു. അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി ഞാൻ ഏകദേശം 1 മാസം ആലോചിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. നരേന്ദ്രമോദി ഒരാളെ വിളിച്ച് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആരായാലും ജോയിൻ ചെയ്യില്ലേ? ഇല്ല, അത് എന്താ ഉള്ളത്? ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ആൾക്കാര് സാധാരണ രീതിയിൽ ഓക്കെ പറയും. പക്ഷേ എന്നെ പോലുള്ള ഒരാള്, എന്റെ മനസ്സിൽ പൊളിറ്റിക്സ് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പോയി ചേർന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ പോയി ചേർന്നെങ്കിൽ 50 വർഷമെങ്കിലും ഇല്ല സമരങ്ങളിൽ പങ്കെടുക്കണം, മൈക്ക് പിടിക്കണം. ഇല്ല, കുറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് എത്തുന്നത്. അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ച ഒരു സർപ്രൈസ് ആണ്. ഒരാളുടെ അടുത്ത് പെട്ടെന്ന് നമ്മൾ പോയി ഒരു കാര്യം ചോദിച്ചാൽ അത് അവർക്കൊരു സർപ്രൈസ് ആയിരിക്കുമല്ലോ. എന്താ, അത് ശരിയല്ലേ? അപ്പോ തീരുമാനം എടുക്കാൻ കുറച്ച് സമയം എടുക്കില്ലേ? സോ ആ സമയത്ത് എനിക്കും ഉണ്ടായ അനുഭവം ഏകദേശം അതൊക്കെ തന്നെയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ അത് ഇന്റർനാഷണൽ തന്നെയാണ്. സത്യമായിട്ടും ഈ കാര്യത്തെപ്പറ്റി ഞാൻ 2 കമൻറ്റ് മാത്രമേ പറയൂ. ഇന്ന് നമ്മളെടുത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏകദേശം 3 കോടി ഉണ്ടാവും. ഇപ്പോൾ വിദേശത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ അവർക്കും വലിയൊരു പങ്കാളിത്തം ഉണ്ടെന്ന് വേണം പറയാൻ. ഉദാഹരണത്തിന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ച കാര്യമാണ്. നമ്മൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാം നമുക്കെതിരെ എക്കണോമിക് സാങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ റെമിറ്റൻസ് എടുത്തൊക്കെ നോക്കിക്കോ. മുഴുവൻ ലോകത്തിൽ നിന്ന് ഭാരതത്തിലേക്ക് വരുന്ന റെമിറ്റൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനേക്കാളും കൂടുതൽ റെമിറ്റൻസസ് ആയിരുന്നു. സോ രാജ്യം വിട്ട് വെളിയിൽ പോയി ജോലി ചെയ്യുന്നവരിവരെല്ലാം, അത് ഞാനും വളരെ ഉറപ്പോടെ പറയുന്നു. കാരണം ഞാനും കഴിഞ്ഞ 40 വർഷത്തിൽ ഏകദേശം 30 വർഷത്തോളം ഞാൻ പുറം രാജ്യങ്ങളിലായിരുന്നു. രാജ്യം വിട്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാള് അവന്റെ നാടിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ആലോചിക്കുന്നത്. അതുകൂടാതെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ വിദേശ സർവീസിലായിരുന്നു. പല രാജ്യങ്ങളിലും അംബാസഡറായിട്ടിരുന്നു. നമ്മുടെ നാടിൻ്റെ പ്രതിനിധിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ നാടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗൗരവം കൂടത്തേ ഉള്ളൂ. എന്നെപ്പോലുള്ള ആൾക്കാർ പുറം രാജ്യങ്ങളിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യല്ലേ, അവരെല്ലാം സൂപ്പർ നാഷണലിസ്റ്റിക് പീപ്പിളാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് നാഷണലിസം എന്നുള്ള കാര്യം ഒരു സ്പീച്ച് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമല്ല, ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന ഞങ്ങളുടെ കടമയാണ്. നമ്മുടെ നാടിന്റെ അഭിമാനത്തെയും കടമയെയും അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് മോദിജി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്തെല്ലാം ഇവിടുന്ന് പോയവരെ അഡ്രസ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം മോദിജി അമേരിക്കയിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് വളരെ ഒരു വലിയ മീറ്റിംഗ് തന്നെ നടന്നായിരുന്നു മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ. സോ
ഇപ്പോഴൊക്കെ അദ്ദേഹം എവിടെ പോയാലും ഈ മീറ്റിംഗ് എല്ലാം ഒരു മോഡൽ മീറ്റിങ്ങിനെ പോലെയാണ് നടക്കുന്നത്. അത് എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും അത് അങ്ങനെ തന്നെ. ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത്, അതാണ് ട്രൈ ചെയ്യാറുള്ളത്. അദ്ദേഹം എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാ, ഇതിനിടയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാര്, ഈ നാട്, ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു പാസ്പോർട്ട് റിലേഷൻഷിപ്പ് മാത്രമല്ല, മറിച്ച് ഇവരും നമ്മുടെ രക്തബന്ധമാണ്. ഇത് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം അവരുമായിട്ട് ഒരു എമോഷണൽ ബോണ്ടിങ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. സോ വിദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 3 കോടി നമ്മളുടെ ഭാരതീയ ജനങ്ങൾ, അവർക്കെല്ലാവർക്കും നമ്മുടെ നാട് നമ്മളെ മറന്നിട്ടില്ല എന്നുള്ള കാര്യം തോന്നണം. ഇന്നും നമ്മുടെ നാട്ടില് നമുക്കുള്ള മര്യാദ അവിടെ ഉണ്ട്, നമ്മളെ അവര് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് ഇത് വളരെ 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 ഒരു നല്ല കാര്യമാണ്. നമ്മുടെ നാടിന്റെ നന്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് വളരെ ഒരു നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. ഇപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, താങ്കൾ രാഷ്ട്രീയത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി. അതായത് ബജരംഗബലിയുടെ ആശീർവാദമാണ് ഇതെല്ലാം എന്ന് പറയുന്നു. താങ്കളും താങ്കളുടെ സ്പീച്ചിലെല്ലാം ബജരംഗബലിയെ ഉൾപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, അതെല്ലാം നമുക്ക് പൊളിറ്റിക്സ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അത് തുടക്കത്തൊട്ട് എന്റെ വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ വിശ്വാസവും അത് പറഞ്ഞു ഫലിപ്പിക്കാൻ, ഈ ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ കുറെ ശ്രമങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ രാജതന്ത്രത്തിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതില് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനും രാജതന്ത്രത്തിനും ഇടയിൽ എന്തായിരുന്നു ഒരു റിലേഷൻ, അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്തായിരുന്നു മഹാഭാരതത്തിൽ, അദ്ദേഹം എത്ര അധികം പ്രധാനപ്പെട്ട ഒരാളായിരുന്നു, ഇതെല്ലാം ഞാൻ ലോകത്തിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പോ കൃഷ്ണൻ ഡിപ്ലോമാറ്റ് ആണെങ്കിൽ അപ്പോ ഹനുമാനോ? അദ്ദേഹവും ഡിപ്ലോമാറ്റ് ആണല്ലോ. അദ്ദേഹം ശ്രീലങ്കയിലേക്ക് പോയി. അവർക്ക് ഒരു മിഷൻ കൊടുത്തായിരുന്നു. ആ മിഷനും കവിഞ്ഞ് പലതും ചെയ്തായിരുന്നു. സീതാദേവിയെ കണ്ടുപിടിച്ചു, അവരോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. രാവണന്റെ നാട് തന്നെ മൊത്തമായിട്ട് കത്തിച്ചു കളഞ്ഞു. ഡിപ്ലോമസി എന്ന് പറഞ്ഞ വാലി തീ കത്തിച്ച് രാജ്യം തന്നെ കത്തിച്ചു കളഞ്ഞല്ലേ? അത് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എക്കണോമിക്സിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്, പൊളിറ്റിക്സിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. അതങ്ങനെ ചെയ്തേ പറ്റൂ. ചില സമയത്ത് കൾച്ചറിന്റെ പുറത്തും നമുക്ക് ഫോക്കസ് ഉണ്ടാവണം. ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ അവകാശത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മൾ തന്നെ ഇതിനെ അഭിമാനിച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകം എങ്ങനെ അഭിമാനിക്കും? മോഡിജി എപ്പോഴും അവധി എടുക്കുന്നില്ല. അവരുടെ സീക്രട്ട് എന്താണ് സാർ? അതെന്താന്ന് വെച്ചാല്, കാര്യം എന്താന്ന് വെച്ചാലേ, മോദിജിയുടെ എനർജി സീക്രട്ടിനെ പറ്റി എനിക്കറിഞ്ഞൂടാ. എന്റെ എനർജി സീക്രട്ട് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപക്ഷെ അദ്ദേഹത്തിനോട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ആ എനർജി തന്നെ എനിക്ക് വരുന്നത്.